എല്ലാവർക്കും നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള റൈറ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനക്കകത്തെ അവകാശങ്ങൾ എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് നിർദ്ദേശക തത്വങ്ങൾ, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നിർദ്ദേശക തത്വങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ പരിശോധിക്കാം. DPSP ഓർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ. പാർട്ട് 4 of Indian Constitution deals with DPSP. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4 DPSP അഥവാ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശക തത്വങ്ങൾ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വിവരിക്കുന്നത് ഭാഗം 4 ഫ്രം ആർട്ടിക്കിൾ 36 to 51 ഡീൽസ് വിത്ത് DPSP. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ, അതായത് വകുപ്പ് 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് DPSPയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം. DPSP അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ഭാഗം, അതായത് പാർട്ട് 4. ആർട്ടിക്കിൾ ആണെങ്കിൽ 36 മുതൽ 51 വരെ. ദ കോൺസെപ്റ്റ് ഓഫ് DPSP വാസ് ബോറോവ്ഡ് ഫ്രം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് അയർലൻഡിൽ നിന്നാണ്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ ഈ ആശയം കടം കൊണ്ടത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ചില ഗൈഡ് ലൈൻസുകൾ, അതായത് മാർഗനിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റുകൾക്ക് നൽകാറുണ്ട്. ഈ ഗൈഡ് ലൈൻസാണ്, അതായത് ഈ നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ DPSPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദിസ് ഗൈഡ് ലൈൻസ് ആർ നോൺ ജസ്റ്റീഷ്യബിൾ. അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ നോൺ ജസ്റ്റീഷ്യബിളാണ്, അതായത് നീതിയുക്തമല്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്താണ് നോൺ ജസ്റ്റീഷ്യബിൾ എന്ന് പറഞ്ഞാൽ? ദിസ് മീൻസ് ദേ കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ ദ ജുഡീഷ്യറി. അതായത് കോടതി മുഖാന്തരം പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇതിനെ നോൺ ജസ്റ്റീസബിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശമാണെങ്കിൽ അത് ജസ്റ്റീസബിളാണ്, നീതിയുക്തമാണ്. അത് ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയിൽ പോയിട്ട് അത് പുനഃസ്ഥാപിക്കാൻ പറ്റും. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ക്യാൻ അപ്രോച്ച് കോർട്ട്, സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാമെന്ന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ നിർദ്ദേശക തത്വങ്ങൾ നോൺ ജസ്റ്റീസബിളാണ്. അത് ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയിലേക്ക് പോകാൻ സാധ്യമല്ല, കനോട്ട് അപ്രോച്ച് കോർട്ട്. അതുകൊണ്ട് തന്നെ ഇത് നോൺ ജസ്റ്റീസബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നിർദ്ദേശക തത്വങ്ങളെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതായത് DPSPയെ നോൺ ജസ്റ്റീസബിൾ എന്ന് പറയാൻ കാരണം. ദീസ് ഗൈഡ് ലൈൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എ സെപ്പറേറ്റ് ലിസ്റ്റ്. ദിസ് ലിസ്റ്റ് ഈസ് കാൾഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഭരണഘടനയുടെ ചില ഭാഗങ്ങളുണ്ട്. ആ വകുപ്പുകളെയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങളുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, അത് നോൺ ജസ്റ്റീസബിളാണ്, നീതിയുക്തമല്ല, ലംഘിക്കപ്പെട്ടാൽ
ഈ വകുപ്പുകൾ ഏതെങ്കിലും ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിച്ച് പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ല. ഇനി എയിം ഓഫ് DPSP നിർദ്ദേശക തത്വങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഫോം എ വെൽഫെയർ സ്റ്റേറ്റ്, അതായത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്, ഒരു ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക, ഒരു ക്ഷേമരാഷ്ട്രം രൂപീകരിക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. നെക്സ്റ്റ്, എൻഷുർ സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, അതായത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി ഉറപ്പുവരുത്തുക, അതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. മൂന്നാമത്തേത്, എൻഷുർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് റൈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ, വിഭവങ്ങളുടെ തുല്യമായ വിതരണം ഉറപ്പുവരുത്തുകയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുക. നമ്മുടെ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ എല്ലാവർക്കിടയിൽ തുല്യമായിട്ട് വിതരണം ചെയ്യുക. നമ്മുടെ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ ആനുകൂല്യം കിട്ടുന്ന രീതിയിലേക്ക് അതിൻ്റെ തുല്യമായ വിതരണം ഉറപ്പുവരുത്തുകയും അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്തുക എന്നതും അതിൻ്റെ ലക്ഷ്യമാണ്. അടുത്തത്, പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ്, അന്താരാഷ്ട്ര സമാധാനം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സമാധാനം ഉറപ്പുവരുത്തുക എന്നതാണ് അടുത്തൊരു ലക്ഷ്യം. ഇനി DPSP ക്ലാസിഫൈഡ് ഇൻറ്റു 3, നിർദ്ദേശക തത്വങ്ങളെ 3ആയിട്ട് വർഗീകരിച്ചിരിക്കുന്നു. അതായത് നിർദ്ദേശക തത്വങ്ങളിൽ പ്രധാനമായിട്ടും 3 പ്രിൻസിപ്പിൾസാണ് അടങ്ങിയിട്ടുള്ളത്. 3 തത്വങ്ങളായിട്ടാണ് അതിനെ വർഗീകരിച്ചിട്ടുള്ളത്. 3 തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിർദ്ദേശക തത്വങ്ങൾ. ഒന്ന്, സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്. 2, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. 3, ലിബറൽ പ്രിൻസിപ്പിൾസ്. അതായത് 1 സോഷ്യലിസ്റ്റ് തത്വം, 2 ഗാന്ധിയൻ തത്വം, 3 ഉദാരതാ തത്വം. ഈ 3 തത്വങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നിർദ്ദേശക തത്വങ്ങളെ വർഗീകരിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്, അതായത് സോഷ്യലിസ്റ്റ് തത്വങ്ങളിൽ എന്തെല്ലാമാണ് വരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അതായത് തുല്യ ജോലിക്ക് തുല്യ വേതനം, എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരേ വേതനം, തുല്യ ജോലിക്ക് തുല്യ വേതനം. റൈറ്റ് ടു വർക്ക്, ജോലി ചെയ്യാനുള്ള അവകാശം. ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ നീതിയുക്തമായിട്ടുള്ള വിതരണം. നെക്സ്റ്റ്, പ്രിവെൻഷൻ ഓഫ് വെൽത്ത് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഹാൻഡ് ഓഫ് എ ഫ്യൂ ഇൻഡിവിജ്വൽ, ഏതെങ്കിലും കുറച്ച് വ്യക്തികളുടെ കൈകളിലേക്ക് വിഭവങ്ങൾ കേന്ദ്രീകരിക്കുന്നത് തടയുക. രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾ ഏതെങ്കിലും കുറച്ച് ആളുകളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് തടയുക. നെക്സ്റ്റ്, റിമൂവൽ ഓഫ് ഇനീക്വാളിറ്റി, അസമത്വം ഇല്ലാതാക്കുക തുടങ്ങിയവയൊക്കെയാണ് നിർദ്ദേശക തത്വങ്ങളിൽ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSPയിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് തത്വങ്ങൾ. ഇനി ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഗാന്ധിയൻ തത്വങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. ദ ഫോർമേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുക, ഇതാണ് പ്രധാനപ്പെട്ട ഗാന്ധിയൻ തത്വം. നെക്സ്റ്റ്, ടു എൻകറേജ് കോട്ടേജ് ഇൻഡസ്ട്രീസ്,
കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ചെറുകിട കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഗാന്ധിയൻ തത്വങ്ങളിൽപ്പെട്ടതാണ്. പ്രൊട്ടക്ട് ദ വീക്കർ സെക്ഷൻ ഫ്രം ദ സോഷ്യൽ ഇനീക്വാളിറ്റി. സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ സാമൂഹിക സമത്വത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുക. സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അവശ ജനവിഭാഗങ്ങളെ സാമൂഹിക സമത്വത്തിൽ നിന്നും അവരെ സംരക്ഷിക്കുക. പ്രൊവൈഡഡ് എഡ്യൂക്കേഷൻ ഫോർ വീക്കർ സെക്ഷൻ. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അവശ ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം പ്രദാനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ, ദുർബല വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യുക. നെക്സ്റ്റ്, ഇറാഡിക്കേഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് അതർ ഡ്രഗ്സ്. മദ്യവും മറ്റു മയക്കുമരുന്നുകളും നിർമ്മാർജ്ജനം ചെയ്യുക. മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യുക. ലഹരി പദാർത്ഥങ്ങൾ, മദ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും സമൂഹത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യുക. ഓർഗനൈസ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. കൃഷിയും മൃഗസംരക്ഷണവും ഉറപ്പുവരുത്തുക, സംഘടിപ്പിക്കുക. കൃഷിയെയും അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ഗാന്ധിയൻ തത്വങ്ങൾ, നിർദ്ദേശ തത്വങ്ങളിലെ. ഇനി ലിബറൽ പ്രിൻസിപ്പിൾസ്, അതായത് ഉദാരതാ തത്വം. നിർദ്ദേശക തത്വങ്ങളിലെ ഉദാരതാ തത്വങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. 2. ഫോം എ സെക്യൂർ യൂണിഫോം സിവിൽ കോഡ്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 2. ഫോം എ സെക്യൂർ യൂണിഫോം സിവിൽ കോഡ്, അതായത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നതാണ്. അതായത് നിർദ്ദേശങ്ങൾ വ്യത്യസ്ത മതസ്ഥർക്ക് ഒരേ തരത്തിലുള്ള പൗര നിയമം, അതായത് സിവിൽ കോഡ് ഉറപ്പാക്കാൻ രാഷ്ട്രത്തോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിലെ വ്യത്യസ്തരായ മതസ്ഥർക്ക് ഒരേ തരത്തിലുള്ള പൗര നിയമം, അതായത് സിവിൽ കോഡ് ഉറപ്പാക്കാൻ രാഷ്ട്രത്തോട് ആവശ്യപ്പെടുന്നു. അടുത്തത് 2. പ്രൊവൈഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 to 14. 14 വയസ്സ് പൂർത്തിയാകും വരെ എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് രാഷ്ട്രം ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശകത്വങ്ങൾ പറയുന്നുണ്ട്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നതിന് രാഷ്ട്രം ശ്രമിക്കണമെന്ന് നിർദ്ദേശക തത്വങ്ങൾ പറയുന്നുണ്ട്. 2. മെയിൻറ്റെയിൻ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുക. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും പരിപാലിക്കുക എന്നതും നിർദ്ദേശതത്വങ്ങളിൽപ്പെട്ടതാണ്. 2. സെപ്പറേറ്റ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നീതിന്യായ വ്യവസ്ഥയെ വേർപ്പെടുത്തുക, മോചിപ്പിക്കുക. അതായത് ജുഡീഷ്യറിയുടെ കാര്യങ്ങളിൽ ഭരണകൂട അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ ഇടപെടൽ പാടില്ല. ആ രീതിയിൽ നീതിന്യായ സംവിധാനത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും സ്വതന്ത്രമാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ലിബറൽ പ്രിൻസിപ്പിൾസ്, അതായത് ഉദാരതാ തത്വങ്ങളിൽ അടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ 3 വിഭാഗമായിട്ട്, 3 തത്വങ്ങളായിട്ട്, പ്രിൻസിപ്പിൾസായിട്ട് DPSPയെ നിർദ്ദേശ തത്വങ്ങളെ വർഗീകരിച്ചിട്ടുണ്ട്. വിഭാഗങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ ഭാഗത്ത് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, പരീക്ഷകൾക്കൊക്കെ മിക്ക പരീക്ഷയിലും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? ഇതെല്ലാവരും പഠിക്കണം.
എന്താണ് മൗലികാവകാശവും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം? അത് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ്? നെഗറ്റീവ് ഇൻ ക്യാരക്ടർ. മൗലികാവകാശം നിഷേധ സ്വഭാവമുള്ളതാണ്. എന്നാലോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയോ പോസിറ്റീവ് ഡിറക്ഷൻസ്, നിർദ്ദേശക തത്വങ്ങൾ അനുകൂലാത്മക നിർദ്ദേശങ്ങളാണ്. ഇതാണ് അത് തമ്മിലെ വ്യത്യാസം. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സോ ഇമ്പോസ് certain restriction on the power of the state. It asks the state not to do certain things. മൗലികാവകാശങ്ങൾ രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ നിയന്ത്രിക്കുന്നു. ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ അത് രാഷ്ട്രത്തോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ മൗലികാവകാശങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് രാഷ്ട്രത്തിൻ്റെ അധികാരത്തെ കൺട്രോൾ ചെയ്യുകയാണ്, നിയന്ത്രിക്കുകയാണ്. ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നത് അത് രാഷ്ട്രത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ DPSPO ആസ്ക് ദ സ്റ്റേറ്റ് ടു ഫോളോ ദീസ് പ്രിൻസിപ്പിൾസ് ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെമോക്രസി ഇൻ ദ കൺട്രി. എന്നാൽ നിർദ്ദേശക തത്വങ്ങളോ സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യം സ്ഥാപിക്കാൻ നിർദ്ദേശക തത്വങ്ങൾ പിന്തുടരുന്നതിന് അത് രാഷ്ട്രത്തോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പുരോഗതി, അതോടൊപ്പം തന്നെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ജനാധിപത്യവും നീതിയൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ചില തത്വങ്ങൾ പിന്തുടരാൻ വേണ്ടിയിട്ട് അത് രാഷ്ട്രത്തോട് ആവശ്യപ്പെടുകയാണ്. മൗലികാവകാശം പല കാര്യങ്ങളെയും രാഷ്ട്രത്തിന് ഗവൺമെൻറ്റുകൾക്ക് ചെയ്യാൻ പാടില്ല എന്നും ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ അത് രാഷ്ട്രത്തോട് ആവശ്യപ്പെടുകയാണ്. അത് ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കുകയാണ്. എന്നാലോ നിർദ്ദേശതത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് രാഷ്ട്രത്തിന് നിർദ്ദേശം നൽകുകയാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മൗലികാവകാശം കോൺസ്റ്റിറ്റ്യൂട്ട് ലിമിറ്റേഷൻസ് എപ്പോൺ സ്റ്റേറ്റ് ആക്ഷൻസ്. മൗലികാവകാശങ്ങൾ രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനത്തിന് പരിധി കൽപ്പിക്കുന്നു. മൗലികാവകാശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരു പരിധി, ഒരു നിയന്ത്രണം വെക്കുന്നുണ്ട്, ഒരു പരിധി കൽപ്പിക്കുന്നുണ്ട്. എന്നാലോ DPSPO ആർ ഇൻ ദ നേച്ചർ ഓഫ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച പ്രമാണമാണത്. നിർദ്ദേശങ്ങൾ സംബന്ധിച്ച പ്രമാണത്തിൻ്റെ രൂപത്തിലാണ് നിർദ്ദേശക തത്വങ്ങൾ. അത് നിർദ്ദേശങ്ങളാണ്. മറ്റേത് രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരു പരിധി കൽപ്പിക്കുകയാണ്, ഒരു നിയന്ത്രണം വെക്കുകയാണ്. എന്നാലോ നിർദ്ദേശങ്ങൾ നിർദ്ദേശത്തിൻ്റെ രൂപത്തിലുള്ള പ്രമാണങ്ങൾ മാത്രമാണ്. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ജസ്റ്റിസബിൾ ഇൻ ക്യാരക്ടർ ഇൻ ദ ഇവൻ്റ് ഓഫ് ദി ഇൻഫ്രിഞ്ച്മെൻറ്റ് ആർ എൻഫോഴ്സിബിൾ ത്രൂ ദ കോർട്ട്. നിയമലംഘനവുമായി ബന്ധപ്പെട്ട് മൗലികാവകാശങ്ങൾ കോടതി മുഖാന്തരം നടപ്പിലാക്കാവുന്നതാണ്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് മൗലികാവകാശം ജസ്റ്റിഷ്യബിൾ ആണ്. ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെട്ടാൽ ക്യാൻ അപ്രോച്ച് കോർട്ട്. നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റും. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെയും 226 പ്രകാരം ഹൈക്കോടതിയെയും സമീപിക്കാം. അത് നേരത്തെ നമ്മൾ പഠിച്ചതാണ്, റിട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞാൽ നമുക്കത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാം. എൻഫോഴ്സിബിൾ ത്രൂ ദ കോർട്ട്, കോടതി മുഖാന്തരം പുനഃസ്ഥാപിക്കാൻ പറ്റും. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖാന്തരം പുനഃസ്ഥാപിക്കാൻ പറ്റും. അതുകൊണ്ട് ജസ്റ്റിഷ്യബിൾ ആണ്, നീതിയുക്തമാണ്. അതിന് നേരെ ഓപ്പോസിറ്റാണ് DPSP, അതായത് നിർദ്ദേശക തത്വങ്ങൾ. നോൺ ജസ്റ്റിഷ്യബിൾ, അതായത് നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമല്ല, അതായത് നിർദ്ദേശക തത്വങ്ങൾ നീതിനിഷ്ഠങ്ങളല്ല. എന്താ നീതിനിഷ്ഠങ്ങളല്ല എന്ന് പറഞ്ഞാൽ, ഇഫ് ദ ഗവൺമെൻറ് ഡസ് നോട്ട് ഫോളോ വി കനോട്ട് അപ്രോച്ച് ദി കോർട്ട് ഫോർ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ. നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് അനുസരിക്കുന്നില്ലെങ്കിൽ അതിനായി നമുക്ക് കോടതിയെ സമീപിക്കാനാവില്ല.
നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത് ഗവൺമെൻറ്റുകൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അതിനെ നീതി നിഷ്ഠങ്ങളല്ല എന്ന് പറയുന്നത്. മൗലികാവകാശമാണ് കോടതിയിലേക്ക് പോയി അത് നമുക്ക് നടപ്പിലാക്കാൻ പുനഃസ്ഥാപിക്കാൻ സാധിക്കും. എന്നാലോ നിർദ്ദേശത്വം ഗവൺമെൻറ് അനുസരിക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ സാധ്യമല്ല. നോൺ ജസ്റ്റിസബിൾ ആണത്. ഇനി അടുത്തത് മാൻഡേറ്ററി. മൗലികാവകാശം മാൻഡേറ്ററിയാണ്. അതായത് മൗലികാവകാശങ്ങൾ അധികാരസ്ഥാനത്തു നിന്നുള്ള കൽപ്പനയുടെ സ്വഭാവമുള്ളതാണ്. അതൊരു മാൻഡേറ്ററിയാണ്, കൽപ്പനയുടെ സ്വഭാവമുള്ളതാണ്. എന്നാലോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയോ ജസ്റ്റ് ലൈക്ക് ഓപ്ഷണൽ ഡിറക്റ്റീവ്. നിർദ്ദേശത്വങ്ങൾ സ്വച്ഛപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പോലെയാണ്. അതൊരു വെറും നിർദ്ദേശങ്ങളാണ്. ഇതെല്ലാമാണ് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ മൗലികാവകാശവും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ പട്ടികപ്പെടുത്താനൊക്കെ പരീക്ഷയിൽ ചോദിക്കും. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കുറച്ച് പോയിന്റ് പഠിക്കണം. അതോടൊപ്പം തന്നെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് ആശയം കടം കൊണ്ടത്, ഏത് പാർട്ടിലാണ് പറയുന്നത്, ഏത് ആർട്ടിക്കിളുകളിലാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങൾ 3 തത്വങ്ങളായിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്, അതോടൊപ്പം തന്നെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ലിബറൽ പ്രിൻസിപ്പിൾസ്. ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. ഇതോടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.